നിങ്ങൾ ഏതൊരു ജോലി ചെയ്യണമെങ്കിലും ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിലും അതിനെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള പരിമിതമായിട്ടുള്ള ഒരു നോളജെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട പരിമിതമായിട്ടുള്ള ഒരു നോളജ്, ഒരു ചാർട്ട് കാണുമ്പോൾ അതിനകത്തുള്ള കാൻഡിൽസ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നിങ്ങളൊരു സാധനം എടുത്തൊരു മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ വെച്ചു എന്ന് വിചാരിക്കുക. അതിന് 2-3 പ്രോബിലിറ്റി ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവച്ച സാധനത്തിന്റെ വില കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വില ഇടിയാൻ സാധ്യതയുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവച്ച അതേ വിലയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ മൊത്തം കിട്ടാനും സാധ്യതകളുണ്ട്. ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും ഏതൊരു മാർക്കറ്റിന്റെ കേസിൽ ഉണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ ഡിക്രീസ് ആവും, അല്ലെങ്കിൽ അതേ പ്രൈസിൽ തന്നെ കിടക്കും. ഇത് നമുക്ക് കാൻഡിൽസിന്റെ രൂപത്തിൽ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് കളേഴ്സ് ആണ് പറയുന്നത്. നിങ്ങളൊരു എക്സ്ചേഞ്ച് തുടങ്ങുന്നത് ഡിഫോൾട്ട് ആയിട്ട് കാണുന്ന കളർ വെച്ചാണ് പറയുന്നത്. ഇവിടെ കളർ ആക്ച്വലി ഫാക്ടർ അല്ല, പക്ഷേ പഠിക്കാൻ വേണ്ടി ബിഗിനർ എന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടി എളുപ്പം ഈ കളേഴ്സ് വെച്ച് പറയുന്നതാണ്. നമുക്ക് ബുള്ളിഷ് കാൻഡിൽ എന്ന് പറഞ്ഞ കാൻഡിൽ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ കൊണ്ടുപോയ സ്റ്റോക്ക് അല്ല, ലിസ്റ്റ് ആയ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതാണ് ബുള്ളിഷ് കാൻഡിൽ. അത് ഇതേപോലെ ഉണ്ടാവും. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. ഇനിയിപ്പം ബിയറിഷ് കാൻഡിൽ എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇടിയുമ്പോൾ വരുന്നതാണ്. അത് ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിനിപ്പോൾ റെഡ് കളർ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇനിയിപ്പം ഇൻഡിസിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കളർ ഒരു ഫാക്ടർ അല്ല. ഈ ഒരു ടൈപ്പിൽ ഒരു കാൻഡിൽ നിങ്ങൾ സ്റ്റാർട്ടിനകത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിസിഷൻ ആണ്. അതായത് മാർക്കറ്റ് മേലേക്ക് പോകണോ, പ്രൈസ് കൂടണോ കുറയണോ എന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ ആ ഒരു സംഭവത്തെയാണ് നമ്മൾ ഇൻഡിസിഷൻ എന്ന് പറയാം. സോ ഈ ഒരു 3 സംഭവമാണ് ഒരു ചാർട്ട്. നിങ്ങൾ ചാർട്ട് നോക്കുമ്പോൾ ഇതൊരു ബുള്ളിഷ് കാൻഡിലാണ്, ഇതൊരു ബിയറിഷ് കാൻഡിലാണ്, ഇതൊരു ഇൻഡിസിഷൻ കാൻഡിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഡീപ്പായിട്ട് സൈക്കോളജി നമുക്ക് വരുന്ന വീഡിയോയിൽ പറയാം. അപ്പം ഇത് ആദ്യം മനസ്സിലാക്കി വെക്കാൻ നമ്മൾ പറഞ്ഞ പോലെ പരിമിതമായ നോളജിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയെല്ലാം.